സോ ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീമിയർ പ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രാൻസിഷൻസ് ആണ്. സോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് നമുക്ക് വിൻഡോസിലും അതുപോലെ തന്നെ മാക്കിലും കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു പ്രീമിയർ കമ്പോസർ എന്ന് പറയുന്ന പ്ലഗിൻ. സോ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാര്യങ്ങൾ കാണാവുന്നതാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതിൻ്റെ ലിങ്ക്സ് കാര്യങ്ങൾ താഴെ കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ പ്രീമിയർ പ്രോയുടെ ട്രാൻസിഷൻ. ഞാൻ ഓൾറെഡി അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കി ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങളുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇത് നമുക്ക് ബോത്ത് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇപ്പോൾ ഞാൻ എടുത്തു. ആൻഡ് അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കുകയാണ്. സോ പ്രീമിയർ പ്രോ ഓപ്പൺ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രീമിയർ പ്രോ 2020 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുടെ ഇത് വേർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പുതിയ പ്രൊജക്റ്റിൻ്റെ പേര് കയ്യിൽ അടിച്ചു കൊടുക്കുകയാണ്. സോ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വിസാരിക്ക് വരുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെയർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ആൻഡ് ഇതിനകത്ത് ഞാൻ ഈ ഒരു പ്രീമിയർ കമ്പോസർ ഞാൻ ഫ്രീക്വൻലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കിത് ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ആ ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയർ കമ്പോസർ ഓപ്പൺ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയർ കമ്പോസറിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രിസെറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 10 വീഡിയോസിനടുത്ത് നമ്മൾ ഈ ഒരു മിസ്റ്റർ റോസ് എന്ന് പറഞ്ഞ പ്ലഗിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. 10 അല്ല, ഒരു 8 വീഡിയോസിനടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. സോ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോസിൻ്റെ ലിങ്ക് ആയിട്ടും ഞാൻ താഴെ കൊടുക്കുന്നതാണ്. സോ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇതിനകത്ത് ട്രാൻസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ട്രാൻസിഷൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസിഷൻ്റെ സൈഡിൽ ഒരു ആരോ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓരോ കാറ്റഗറിയിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു വിൻഡോൻ്റെ അഡ്ജസ്റ്റിൽ കൊണ്ട് നിങ്ങളുടെ കേഴ്സർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് വലുതാക്കാനുള്ളൊരു ഓപ്ഷൻ കാര്യങ്ങൾ കിട്ടും. അതായത് ആ ഒരു കേഴ്സർ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിൻഡോസ് വലുതാക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം സ്ക്രോൾ ചെയ്യേണ്ടി വരില്ല. സോ നിങ്ങൾക്ക് ഒറ്റ ഇതിനകത്ത് തന്നെ മെയിൻലി എല്ലാ പ്രിവ്യൂ കാര്യങ്ങളും നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. സോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാനൊന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി ഞാൻ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കളേഴ്സ് കാര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ നിങ്ങൾക്ക് കളേഴ്സ് മാറ്റാവുന്നതാണ്. സോ ഇത് നമ്മൾ മുമ്പത്തെയും പ്ലഗിൻസൊക്കെ അല്ലെങ്കിൽ മുമ്പത്തെ ഓരോ എഫക്ട്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയപ്പോഴും നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സെറ്റിങ്സും നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ലൈറ്റ് ലീക്ക് നിങ്ങൾ പല സ്റ്റാറ്റസ് വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, പല വീഡിയോ എഡിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അത് ആ ഒരു ലൈറ്റ് ലീക്ക് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. സോ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യുന്നു. സോ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. സോ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. സോ ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കുറച്ചൊന്ന് സൂം ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ലീക്ക് കാര്യങ്ങളുടെ എഡ്ജ് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ രണ്ട് സൈഡിലൊരു ബ്ലാക്ക് എഡ്ജ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ അത് ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ക്ലിപ്പിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഇത് കാരണം വന്നിട്ടുള്ളതല്ല. ആ ഒരു ക്ലിപ്പ് ഞാൻ അങ്ങനെ എടുത്തത് രണ്ട് സൈഡിലും ബ്ലാക്ക് പോർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. ആൻഡ് അത് ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ബ്ലർ ആൻഡ് ഫേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേഡ് ഔട്ട് ഫേഡിന് അതുപോലത്തെ കുറച്ച് ഇത് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ വീഡിയോയുടെ എൻഡിങ്ങിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് പോർഷൻസ് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ആൻഡ്രോയിഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ട്രാൻസാക്ഷൻ അതായത് ലൈറ്റ് ലീക്ക് അല്ല, ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്ലർ പോലത്തെ സാധനങ്ങളല്ല, അതല്ലാണ്ട് നമ്മുടെ ഫേഡ് ഔട്ടും നോർമൽ ഫേഡ് ഔട്ടും ഫേഡിനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ബ്ലർ ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിടിലമായിട്ടുള്ള സാധനമാണ്. സോ ക്ലിയർ ആയിട്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ആഡ് കൊടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ട്രാൻസിഷൻസ് കാര്യങ്ങൾ, നമ്മുടെ ക്യാമറ പാൻ ട്രാൻസിഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് മെയിൻലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് മെയിൻലി യൂസ് വരാമെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ
ടെക് ചാനൽസ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് അങ്ങനത്തെ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. മെയിൻലി എഡിറ്റിങ്ങിന് അങ്ങനെ അധികം ഈ ഒരു സംഭവത്തിനകത്ത് അധികം അങ്ങനെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു ക്യാമറ ആൻഡ് പാനിനകത്ത് തന്നെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ, അതായത് ഒട്ടും ലാഗില്ല. സോ പോയിന്റ് ഒരു ഇതുപോലും ലാഗില്ല. സോ അത്രയും സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് മാനുവലി നോക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നോക്കണം. അതായത് ഇങ്ങനെ ഓരോ ഓപ്ഷനും ക്ലിക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു ഹെഡിങ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എൻഡിൽ കേഴ്സർ കൊണ്ട് വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഗ്രിഡ് വ്യൂയിലോട്ട് ആക്കുക. ഗ്രിഡ് വ്യൂയിലോട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും വിത്ത് പ്രിവ്യൂ. ഓക്കെ, ആൻഡ് അടുത്തായിട്ടുള്ള ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ റൊട്ടേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. സോ ജസ്റ്റ് ഈ ഒരു ക്യാമറ റൊട്ടേഷനകത്ത് നിങ്ങൾക്ക് CCW ആൻഡ് അതുപോലെ തന്നെ CW, ഇതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൊട്ടേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിൽ റൊട്ടേഷൻ വരുന്ന സൈഡ് മാറും, അത്രയും മാത്രം വ്യത്യാസമുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പം ഇത് ആഡ് ചെയ്യാനാണ്. സോ അത് ഞാൻ ആഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആ ഒരു പ്രിസെറ്റ് അവിടെ ആഡായി വന്ന് കാണാനായിട്ട് പറ്റും. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പം ചെറിയൊരു ഇത് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു ട്രാൻസിഷൻസ് അവിടെ അപ്ലൈ ആവണം കണ്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പക്ക സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇവിടെ ക്യാമറ ഷട്ടിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷനാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളിപ്പം ഒരു അൺബോക്സിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ആൻഡ് അതുപോലെ തന്നെ ഈവൻ നിങ്ങൾ എന്ത് വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലമായിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ജസ്റ്റ് ഒരു ഷേക്ക് പോലെ, അതായത് ഒരു കിടിലമായിട്ടുള്ള സ്മൂത്തായിട്ടുള്ളൊരു ഷേക്കാണ്. അതായത് നമുക്കിപ്പം സ്റ്റക്ക് പോലെയൊന്നും തോന്നില്ല. സോ ക്ലിയർ ആയിട്ടുള്ള സ്മൂത്തുള്ള ഷേക്കുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ സൂം ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരുപാട് സെറ്റിങ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസിഷൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. സോ നോക്കി കഴിഞ്ഞാൽ ഒരു സൂമിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു. സോ അത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഗ്ലിച്ച് വരുന്നുണ്ട്. സോ ഗ്ലിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ട്രാൻസിഷൻ, അതായത് നമ്മുടെ ക്യാമറ സൂം ആൻഡ് റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതെന്താ സംഭവം വെച്ചാൽ ആദ്യം ഒന്ന് സൂം ചെയ്യും ആൻഡ് അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യും. അത് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് സൂമും റൊട്ടേറ്റും വന്നെന്ന് മനസ്സിലാവില്ല. പക്ഷേ കിടിലമായിട്ടുള്ളൊരു ട്രാൻസിഷൻ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ പല മോഡ്സിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CCW ആൻഡ് അതുപോലെ തന്നെ CW എന്ന് പറയുന്ന 2 മോഡ്സിലുണ്ട്. അപ്പം ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റൊട്ടേഷൻ്റെ സൈഡ് കാര്യങ്ങൾ മാറി കിട്ടും. ആൻഡ് ഇവിടെ ഞാൻ അതിൻ്റെ ആഡ് വോയിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു സൗണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വൂഷ് എഫക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് വേണമെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൗണ്ട് കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ സൗണ്ട് ട്രാക്കൊന്നും വേണ്ട, ഇതിൽ സൗണ്ട് കസ്റ്റമറുടെ സൗണ്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്തൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. കാരണം വീണ്ടും നമ്മുടെ ബാക്കിയുള്ള എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്ലിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ഗ്ലിച്ച് എഫക്ട്സ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട് പോകുന്നത്. സോ കിടിലമായിട്ടുള്ള സ്മൂത്തുള്ള ഗ്ലിച്ച് എഫക്ട്സ് ആണ്. സോ ഇങ്ങനെ കുറച്ച് അധികം റെൻഡറിങ് വലിക്കുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പം ഫസ്റ്റ് ചെറിയൊരു ഇതുപോലെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളതൊന്ന് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഔട്ട്പുട്ട് സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം എൻ്റെ PC-ക്ക് അത് അങ്ങനെ വരുന്നുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ നിങ്ങളുടെ PC-യുടെ സ്പെക്ക് എങ്ങനെയാണോ ആ ഒരു സ്പെക്കിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇതിനകത്തുള്ള ഇത് കാര്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പം ഇത് ആഡ് ചെയ്തപ്പം അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. ആൻഡ് അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇത് കൂടിയത് അല്ലെങ്കിൽ കുറച്ചും കൂടെ റെൻഡറിങ് ടൈം എടുക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇത് ഇഷ്യൂസ് ഫേസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇൻ കേസ് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ PC-ക്ക് അകത്ത് ഇപ്പോൾ തീരെ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. ആൻഡ് ഇനിയിപ്പോൾ നമ്മളൊരു ഗ്ലിച്ച് കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് ഗ്ലിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതുപോലെ ഉണ്ടാവും. അത് PC-യുടെയോ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ അല്ല, അത് ആ ഒരു എഫക്റ്റിൻ്റെ ആണ്. ഓക്കെ, സോ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഗ്ലിച്ച് എന്നുള്ളത്. ആൻഡ് ഇതിനകത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലിച്ച് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങൾ 1, 2 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി ഉണ്ട്. സോ 1 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹാർഡായിരിക്കും. 2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ സാധനമായിരിക്കും. അതായത് നിങ്ങൾക്ക്
അത്ര അങ്ങോട്ട് ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റില്ല. സോ അതാണ് നമ്മുടെ രണ്ട് ഇൻറ്റൻസിറ്റി തമ്മിലുള്ള വ്യത്യാസം. സോ ഗ്ലിച്ചിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്ലിച്ചും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ സൂം ആൻഡ് റൊട്ടേറ്റും ക്യാമറ സൂമും. സോ ഈ ഒരു 3-4 സാധനങ്ങളാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ് ഉണ്ടാവും എന്ന് തോന്നിയത്. അപ്പം അത് ഓരോരുത്തരുടെ ഇതാണ്. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചാണ് നമുക്ക് ഏതൊക്കെയാണ് യൂസ്ഫുൾ ഉള്ളതെന്നുള്ളത്. എൻ്റെ അതായത് നിങ്ങളിത് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ലൈറ്റ് ലീക്സ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലൈറ്റ് ലീക്സ്. സോ കുറച്ചധികം ലൈറ്റ് ലീക്സ് ഇതിനകത്തുണ്ട്. ആൻഡ് ഓരോന്നിൻ്റെയും നിങ്ങൾക്ക് കളർ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, വരുന്ന ഡയറക്ഷൻ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് നീക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കളേഴ്സ് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കളേഴ്സ് കാര്യങ്ങളൊന്നും ബേസിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സൈസ്, അതായത് ലൈറ്റ് ലീക്കിൻ്റെ സൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സൈസ് കാര്യങ്ങൾ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലൈറ്റ് ലീക്ക് അങ്ങനെ നമുക്ക് ലീക്കാണ്, അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ലീക്ക് എന്ന് പറയുന്നൊരു എഫക്റ്റ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പേഴ്സണലി മനസ്സിലാവില്ല. ആൻഡ് അത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട് വരുന്ന കാണാൻ പറ്റും. സോ അതായത് ഈ ഒരു സ്ക്രീൻ ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ സംഭവം. ഈ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട. സോ ഇതാണ് നമ്മുടെ ലൈറ്റ് ലീക്ക് എഫക്റ്റ്. സോ ഇതുപോലെ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നോർമൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻസ് കാര്യങ്ങൾ, അത് ഷേപ്പാണ്. ഈ ഒരു എന്തായാലും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് കാര്യങ്ങൾ എന്തായാലും നിങ്ങളിപ്പം ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് നിങ്ങൾ അടുത്ത സീനിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, മെയിൻലി ഫോർ ടെക് യൂട്യൂബേഴ്സ്. ഓക്കെ, സോ എന്തായാലും ടെക് യൂട്യൂബേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ കാലം ഇടുന്നവരാണ്, വ്ളോഗ് ഇടുന്നവരാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇത് യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻസ് നല്ല സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അവിടെ സീൻ മാറിയെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ആൻഡ് അതുപോലെ തന്നെ അത് തന്നെ രണ്ട് മൂന്ന് ടൈപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ എല്ലാം ആഡ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഒന്നും തീരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതെല്ലാം ആഡ് ചെയ്യാത്തത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഇതുകൂടെയാണ് നമ്മുടെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതെനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ അത്ര യൂസും എനിക്കിത് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഈ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ യൂസ് ചെയ്യാറില്ല. ആൻഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ റീലൊക്കെ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് സാധാ വീഡിയോ എഡിറ്റിങ്ങിനും അല്ലെങ്കിൽ ടെക് വീഡിയോ എഡിറ്റിങ്ങിനും എനിക്കിത് അങ്ങനെ യൂസുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ചാണ് ഇത് യൂസ് ഉണ്ടോ യൂസ് ഇല്ല എന്ന് കാണിക്കണത്. ആൻഡ് ഇത്രയാണ് ഓവറോൾ നമ്മുടെ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ. സോ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മിസ്റ്റർ ഹോസിൻ്റെ പ്ലഗിനെ പറ്റി നമ്മൾ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ അത് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ജസ്റ്റ് ഞാനത് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് സൗണ്ടാണ് ഇതിനകത്ത് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് വിത്ത് സൗണ്ടാണ്. അപ്പം ഓരോ എഫക്ട്സ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സൗണ്ട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. സോ അത്രയും സിമ്പിളായിട്ട് ഉള്ള ഇതാണ്. സോ അവിടെ ആഡ് സൗണ്ട് ക്ലിക്ക് ചെയ്ത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചെങ്കിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. ആൻഡ് കിഡിലമായിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. അതുവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.